ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുറുമീസ് ക്രാഫ്റ്റി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നുറുക്ക് ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നുറുക്ക് ഗോതമ്പ് കൊണ്ട് നമുക്ക് എങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അല്ലെങ്കിൽ നമുക്കിത് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാം. ഇത് എല്ലാവർക്കും കഴിക്കാവുന്ന ഒന്നാണ്. അതിൻ്റെ കൂടെ തന്നെ ഡയബറ്റിക് പേഷ്യൻസിന് അവർക്കാണെങ്കിൽ എപ്പോഴും നുറുക്ക് ഗോതമ്പ് കഞ്ഞി ഉപ്പുമാവ് ഒക്കെ കഴിച്ചിട്ട് മടിയായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഞാൻ ഇതിനായിട്ട് എടുക്കുന്നത് നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന നുറുക്ക് ഗോതമ്പാണ്. ഇതിപ്പോൾ റേഷൻ കടയിൽ നിന്ന് ഒത്തിരി പേർക്ക് കിറ്റിലൊക്കെ കിട്ടിയിട്ടുണ്ടാവും, വെറുതെ ഇരിക്കുമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി നുറുക്ക് ഗോതമ്പ് പുട്ടാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് 1 കപ്പ് നുറുക്ക് ഗോതമ്പ്. അത് നന്നായിട്ട് ഒരു 3 പ്രാവശ്യം നന്നായി കഴുകിയെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് കുതിർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നമുക്ക് ഏകദേശം 30 മുതൽ 45 മിനിറ്റ് വരെയൊക്കെ ഇങ്ങനെ കുതിർക്കാനായിട്ട് വെക്കാം. കൂടുതൽ ടൈം വെക്കുന്നതും വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ ഏകദേശം 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു അരിപ്പയിലോട്ട് ഊറ്റിയെടുക്കാം. ഇനി നമുക്കിതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് കുറേശ്ശെയായിട്ട് ഇങ്ങനെ പിടിച്ചെടുക്കാം. നന്നായിട്ട് വെള്ളം കളയണ്ട, കുറച്ചൊരു നനവ് വേണം. ഇപ്പോൾ വീട്ടമ്മമാർക്കൊക്കെ ആണെങ്കിലും 2 ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസൊക്കെ ഉള്ളപ്പോൾ 2 ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കേണ്ട അവസ്ഥ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു ഫുഡ് തന്നെ എല്ലാവർക്കും കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ജോലിയും വളരെ കുറഞ്ഞു കിട്ടും. എല്ലാവർക്കും ഒരാഹാരം തന്നെ ആവുമ്പോഴത്തേക്ക് നമുക്ക് ജോലി കുറഞ്ഞു കിട്ടുമല്ലോ. ഇതിപ്പോൾ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി, ഇത് ഓപ്ഷണലാണ്. നമുക്ക് അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും പുട്ടിന്. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തേങ്ങയും നുറുക്ക് ഗോതമ്പും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു കുറ്റിയാണ് എടുത്തിരിക്കുന്നത്. ചിരട്ടപ്പുട്ടിൻ്റെ കുറ്റിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറേശ്ശെയായിട്ട് നമ്മുടെ നുറുക്ക് ഗോതമ്പ് നമ്മൾ കുതിർത്ത് തേങ്ങയുമായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കാം. പ്രഷർ കുക്കറിൽ ആവശ്യത്തിന് വെള്ളം വെച്ച് അത് നന്നായിട്ട് തിളയ്ക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വിസിൽ ഊരി മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ചിരട്ടക്കുറ്റി വെച്ച് കൊടുക്കാം. ഇത് ഏകദേശം 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ
നന്നായിട്ട് വെന്ത് വരത്തുള്ളൂ. നുറുക്ക് ഗോതമ്പിന് സാധാരണ കുറച്ച് വേവ് കൂടുതലാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പുട്ടിനെക്കാട്ടിലും വേവ് കൂടുതലാണ്. അപ്പോൾ നമ്മളൊരു 10 മിനിറ്റോളം ഇതിൽ വെച്ച് വേവിച്ചെടുക്കണം. ഇതിപ്പം ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ വേറൊരു മെത്തേഡ് കൂടി കാണിച്ചു തരാം. നമുക്ക് ഇടിയപ്പച്ചെമ്പിൽ ഇത് വേവിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇടിയപ്പച്ചെമ്പിൽ നമ്മുടെ ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് ആ തട്ട് വെച്ചതിന് ശേഷം നമ്മുടെ നുറുക്ക് ഗോതമ്പും തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് ആ മിക്സ് നമുക്ക് വിതറി ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഇത് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെയൊക്കെ നമുക്ക് ഇത് വേവിച്ചെടുക്കാം. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ പണിയും എളുപ്പമാകും. പെട്ടെന്ന് ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന സമയം നമുക്ക് ലാഭിക്കാം. ഇതാകുമ്പോൾ ഒറ്റയടിക്ക് നമുക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതൊരു ഈസി മെത്തേഡാണ്. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.